السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. ബഹുമാന്യരായ പൈതൃകം മീഡിയ ശ്രോതാക്കളെ, സഹോദര സഹോദരികളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്ര നാളുവഴികളിലൂടെ എന്ന പ്രഭാഷണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി ദീനീ ഖിദ്മയിൽ മുന്നോട്ട് പോകാൻ ആഫിയത്തുള്ള ആയുസ്സും അവസരങ്ങളും നമുക്കോരോരുത്തർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം സംസാരിച്ചു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ കേരളത്തിലെത്തിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്ത് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അഭംഗുരം മുന്നോട്ട് പോയി. പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പള്ളിയിലെ ഖാദി, ഖതീബ്, ഇമാമ്, മുദല്ലിസ് ഇവരുടെ നേതൃത്വത്തിലായി ജനങ്ങൾ എല്ലാ വിഷയങ്ങളിലും അവരെ പിന്നിൽ അണിനിരന്നു പോകുമ്പോൾ സ്വാതന്ത്ര്യ സമര പോരാട്ടം അടക്കമുള്ള എല്ലാ വിഷയങ്ങൾക്കും അവസാനത്തെ വാക്കും തീർപ്പും മതപണ്ഡിതന്മാരായിരുന്നു. അത് ഓരോ ഘട്ടത്തിലും അന്നുള്ള പണ്ഡിതന്മാരിൽ അഗ്രഗണ്യരായ മഹാന്മാരായ ആലിമീങ്ങൾ മുസ്ലിം ഉമ്മത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് അവരുടെ ഇഹപര വിജയത്തിന് ആവശ്യമായ കാര്യങ്ങളും എല്ലാം അവർക്ക് വേണ്ടുന്ന മാതൃകകളായി പണ്ഡിതന്മാർ മുന്നോട്ട് പോയപ്പോൾ പ്രയാസങ്ങൾ പല വഴിക്കും ഉണ്ടായെങ്കിലും ദീനിന് കോട്ടം തട്ടാതെ ഈ ഉമ്മത്തിനെ കാക്കാൻ ആ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞു. ആഗോള വ്യാപകമായി ഇസ്ലാമിനെതിരെ വന്ന അക്രമങ്ങൾ, ഇന്ത്യ രാജ്യത്ത് മലബാറിൽ ഇങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങൾ, ഏത് പ്രശ്നങ്ങളും സൗമ്യമായ നിലപാടുകളിലൂടെ നമ്മുടെ പണ്ഡിതന്മാർ നേരിടുകയും ഭൗതികമായ കുറവുകൾ സംഭവിച്ചാലും, പ്രത്യേകിച്ച് യുദ്ധത്തിൽ അനേകം ആളുകൾ മരിച്ച് മുസ്ലിം ഉമ്മത്തിന് വലിയ പ്രയാസങ്ങൾ വന്നെങ്കിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് യാതൊരു മാറ്റവും വരുത്താൻ അനുവദിക്കാതെ അവർ നമ്മുടെ ഉമ്മത്തിനെ മുന്നോട്ട് കൊണ്ടുപോയി. അതിനിടയ്ക്ക് മലബാറിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖത്ത് നിന്ന് പിന്മാറി കൊടുങ്ങല്ലൂർ താമസമാക്കിയ KM മൗലവി, EK മൗലവി, MCC മൗലവിയെ പോലുള്ള ആളുകൾ അവർ സംഘം ചേരുകയും അവർ വക്കം അബ്ദുൽ ഖാദിർ മൗലവിയെ പോലുള്ള മുബത്തദീങ്ങളുടെ സാഹിത്യങ്ങൾ വിദേശങ്ങളിൽ നിന്ന് വരുത്തി വായിച്ച് അതിൽ ആകൃഷ്ടരായിരുന്ന വക്കം അബ്ദുൽ ഖാദിർ മൗലവിയെ പോലുള്ളവരോടൊപ്പം ചേർന്ന് സമുദായത്തെ മതപരമായി പരിഷ്കരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ രൂപം നൽകി എന്നാണ് കഴിഞ്ഞ വിവിധ ദിവസങ്ങളിലായി ഞാൻ പറഞ്ഞു വന്നത്. യഥാർത്ഥത്തിൽ മലബാറിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാനുള്ള പോരാട്ടം അതിശക്തമായി മുന്നോട്ട് നീങ്ങുമ്പോൾ അതിൽ നിന്ന് പിന്മാറിയവരാണ് ഈ കൊടുങ്ങല്ലൂർ ഓടിത്താമസം തുടങ്ങിയത്. അവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയാണ്. എന്നിട്ട് അവിടെ വലിയ മുതലാളിമാർ, അവരുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ട്, വീടുകളിൽ പ്രയാസങ്ങളുണ്ട്, അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി മസ്ലഹത്ത് ഇനി ഇറങ്ങണം
ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഒളിച്ചു വെച്ച അജണ്ടകൾ പുറത്തെടുക്കുന്നതിൻ്റെ ഭാഗമായുള്ള ആദ്യ നീക്കങ്ങൾ. അതിനവർ മതത്തിൽ പരിഷ്കരണം വരുത്തുന്നു എന്ന വലിയ അജണ്ട മറച്ചു വെച്ചുകൊണ്ട് മൊത്തത്തിലുള്ള കാര്യങ്ങളിലേക്ക് ജനങ്ങളെ ശ്രദ്ധ അവർ കേന്ദ്രീകരിക്കുകയാണ്. അതായത് മുസ്ലിം ഉമ്മത്ത് ഒരു നിലയിലും ഭിന്നിക്കാൻ പാടില്ല. ഇവിടെ സമ്പന്നന്മാർ, പ്രത്യേകിച്ച് ഉമറാക്കൾ പല തട്ടുകളിലായി പോവുകയാണ്. അവരെ ഒന്നിപ്പിക്കേണ്ടതുണ്ട്. അതിന് നമുക്കൊരു സംഘടന വേണം. ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സാമുദായിക ഐക്യമല്ലേ, അത് നമ്മൾ നിലനിർത്തേണ്ട. ഇങ്ങനെയുള്ള വർത്താനങ്ങൾ സ്വാഭാവികമായും അഴീക്കോട്, കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിലെ ചില മുതലാളിമാരുടെ ഇടയിൽ അവരുടേതായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇതിൽ കക്ഷി ചേർന്ന് മസനത്താക്കുക എന്ന നിലക്കാണ് ഇവർ ആദ്യ ചുവട് വെച്ചത്. അതിനവർ എന്തു ചെയ്തു? മതത്തിൽ അവർ പരിഷ്കരണം വരുത്താൻ പോകുന്നു എന്ന ഉദ്ദേശങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് അവർ എല്ലാ വിഭാഗം ആളുകളെയും ഇവരുടെ ഈ വിഷയത്തിലേക്ക് കിട്ടുക, പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ ഭാഗത്തെ ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുമോ എന്നാണ് അവർ ശ്രമിച്ചത്. അതിനുവേണ്ടി അവർ മാന്യന്മാരായ ആളുകളെ തെരഞ്ഞു നടക്കുകയുണ്ടായി. അക്കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഹമദാനി നക്ശബന്ദി തരീഖത്തിൽ സജീവമായി ആത്മീയ പ്രസ്ഥാനമായ ഈ നക്ശബന്ദി തരീഖത്തിൽ ആകൃഷ്ടനായി മുന്നോട്ട് പോവുകയായിരുന്ന കൊടുങ്ങല്ലൂർ പ്രദേശത്തെ മുസ്ലിങ്ങൾ പരക്കെ സ്വീകാര്യനായി കണ്ടിരുന്ന ഷെയ്ഖ് മുഹമ്മദ് മാഹിൻ ഹമദാനിയെ കയ്യിലെടുക്കുകയും അദ്ദേഹം വളരെ ഇഖ്ലാസോടുകൂടെ ഇവർ അന്യനാട്ടിൽ നിന്ന് വന്നവരാണെന്നൊന്നും ശ്രദ്ധിക്കാതെ അവർ പണ്ഡിതന്മാരാണെന്ന് പരിഗണന നൽകി. പിന്നെ നമ്മുടെ നാട്ടിലെ മുതലാളിമാരുടെ ഭിന്നിപ്പ് പരിഹരിക്കുന്ന ഒരു സമിതിയല്ലേ, അത് നല്ലത് തന്നെയല്ലേ എന്നുള്ള നിലക്ക് അദ്ദേഹം ഇവരോടൊപ്പം ചേർന്നു. ഇവരുടെ ഈ ഒടി അജണ്ടയൊന്നും അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നില്ല. കാരണം അദ്ദേഹം തെരീഖത്തിൻ്റെ മശായിഖന്മാരെ പിൻപറ്റി ജീവിക്കുന്ന ആളായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് 1922 ഏറിയാട് വെച്ച് നിഷ്പക്ഷ സംഘം രൂപീകൃതമാകുന്നത്. നിഷ്പക്ഷ സംഘം എന്നാണ് കേരളത്തിലെ ഇവരാദ്യം മജ്‌ലിസുൽ ഉലമ ഉണ്ടാക്കി പിരിച്ചുവിടാൻ പോലും ആളെ കിട്ടാത്തവരാണ് ഈ മൗലവിമാർ. പിന്നീടാണ് ഇവർ നിഷ്പക്ഷ സംഘം എന്ന പേര് സംഘടന. അതിനെ മുന്നിൽ നിർത്തുന്ന ഷെയ്ഖ് മുഹമ്മദ് മാഹിൻ ഹമദാനിയെയാണ്. 1922 ഏറിയാട് വെച്ചാണ് നിഷ്പക്ഷ സംഘം പിറക്കുന്നത്. KM സീതി സാഹിബിൻ്റെ പിതാവ്, കൊട്ടപ്പുറത്ത് സീതി മുഹമ്മദ് സാഹിബ് പ്രസിഡന്റും മണപ്പാട്ട് P കുഞ്ഞു മുഹമ്മദ് സാഹിബ് സെക്രട്ടറിയുമായ 11 പേരടങ്ങുന്ന സംഘമായിരുന്നു നിഷ്പക്ഷ സംഘത്തെ നിയന്ത്രിച്ചിരുന്നത്. ഒന്ന് KM സീതി സാഹിബിൻ്റെ പിതാവ്, കൊട്ടപ്പുറത്ത് സീതി മുഹമ്മദ് സാഹിബ്, അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായി വന്ന ഒരു സംഘടന. അതിനു മുമ്പ് മജ്‌ലിസുൽ ഉലമ ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് പിരിച്ചുവിടാൻ പോലും ഒരു ആളെ കിട്ടിയില്ല, ഔങ്ങിപ്പോയി. പിന്നെ ഈ പിളർപ്പന്മാർക്കും തിരുപ്പന്മാർക്കും ഒരു സ്വഭാവമുണ്ട്. അവർക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന പരാജയത്തിൽ നിന്ന് അവർക്ക് തിരിച്ചറിവുണ്ടാവില്ല. കാരണം അവരുടെ ഉൾക്കാമ്പ് ഫിത്നയാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പരാജയപ്പെടുമ്പം വേറൊന്നുമായിട്ട് അവർ മുന്നോട്ട് വരും. അങ്ങനെയാണ് ഇപ്പം മജ്‌ലിസുൽ ഉലമ പരാജയപ്പെട്ട് ഇപ്പം അവർ നിഷ്പക്ഷ സംഖ്യയായിട്ട് വരുന്നത്. അത് പിന്നെ അന്ന് മാന്യത, സമൂഹത്തിൽ വലിയ മാന്യനായിരുന്ന ഈ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് മാഹിൻ ഹമദാനിയെ തന്നെ അധ്യക്ഷനായി കിട്ടിയപ്പോൾ കുറേ ആളുകൾ അതിൽ ആകർഷ്ടരായി. അതുകൊണ്ട് സീതി സാഹിബിൻ്റെ പിതാവ്, കൊട്ടപ്പുറത്ത് സീതി മുഹമ്മദ് സാഹിബ് പ്രസിഡന്റും മണപ്പാട്ട് P കുഞ്ഞു മുഹമ്മദ് സാഹിബ് സെക്രട്ടറിയുമായി 11 സംഘമാണ് നിലവിൽ വന്നത്. KM മൗലവി, EK മൗലവി, MCC അബ്ദുറഹ്മാൻ മൗലവി, അയ്യാരിൽ കുട്ടിക്കമ്മദ്, അയ്യാരിൽ കുഞ്ഞിപ്പോക്കർ കുട്ടി, കറുകപ്പാടത്ത് പുത്തൻ വീട്ടിൽ കുഞ്ഞു മുഹമ്മദ്, മണപ്പാട്ട് PK കൊച്ചുമൈദീൻ. ഇതാണ് ആ 11 ആൾക്കാർ. ഷെയ്ഖ് ഹമദാനിയുടെ ജനസ്വാധീനവും ആദരവും ഉപയോഗപ്പെടുത്തി രൂപം കണ്ട നിഷ്പക്ഷ സംഘം അങ്ങനെ പതുക്കെ കടത്തിലിറങ്ങി തുടങ്ങി.
ജനങ്ങൾക്കിടയിലെ അനൈക്യവും ഛിദ്രതയും പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു സംഘടന എന്ന നിലക്കാണ് അവർ പൊതുജനങ്ങളെ സമീപിച്ചത്. അതിനവർക്ക് കാരണമായത് കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ ചില കക്ഷി വഴക്കുകളാണ്, കുടുംബപരമായ പ്രശ്നങ്ങളാണ്. ഒരു പക്ഷം ചേരാതെ പറഞ്ഞവസാനിപ്പിക്കുന്നതിനും മറ്റു നിഷ്പക്ഷ സംഘം ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നടത്തിയത് മൂലം ഈ സംഘത്തിന് വലിയ പിന്തുണയൊന്നും ലഭിച്ചില്ല. കാരണം അത് സ്വാഭാവികമായ ഒരു കുടുംബത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ ഏതെങ്കിലും മുതിർന്നവർ ഇടപെട്ടത് പരിഹരിക്കും. അക്കാലഘട്ടത്തിൽ അതിന് സംവിധാനങ്ങൾ അവരുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷ സംഘം എന്തെങ്കിലും ഒരു പരിവർത്തനം നടത്തിയതായിട്ട് ഒരു വഹാബി രേഖയിലും ഒരു ചരിത്ര ഗ്രന്ഥത്തിലും കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇവർ പിന്നെ ഈ നിഷ്പക്ഷ സംഘം ജമിയത്തുൽ ഉലമയെ പോലെ മജ്‌ലിസുൽ ഉലമയെ പോലെ തന്നെ ഔങ്ങാണ് എന്ന് കണ്ടപ്പോൾ ഇവർ പ്ലേറ്റ് ഒന്ന് മാറ്റുകയാണ്. ഈ നിഷ്പക്ഷ സംഘം ഇതിൻ്റെ പ്രവർത്തനം കൊടുങ്ങല്ലൂരിൽ മാത്രം നിർത്താതെ സംസ്ഥാന വ്യാപകമായി ഇത് പിന്നെ വലുതാക്കിയെടുക്കണം. അതിന് അങ്ങനെ ഈ സംഘടനയുടെ പേരും രൂപവും കോലും ഒക്കെ ഒന്ന് മാറ്റിക്കാണ്ടൊന്ന് ഉഷാറാക്കണം എന്നുള്ളതൊക്കെ പിന്നെ അവർ വരുന്നത്. അങ്ങനെയാണ് പിന്നീട് അവർ ഐക്യസംഘം എന്ന മൂന്നാമത്തെ സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. ഈ KM മൗലവിയുടെ നേതൃത്വത്തിൽ ആദ്യം രൂപീകൃതമായ സംഘടനയാണ് ഏത്? KM സീദി സാഹിബിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ കൂടി ആദ്യം പിറന്നു വേണ സംഘടനയാണ് മജ്‌ലിസുൽ ഉലമ. അത് പിരിച്ചുവിടാൻ പോലും ആളെ കിട്ടാതെ വയന്നപ്പോൾ പിന്നെ അവരുണ്ടാക്കിയ സംഘടനയാണ് നിഷ്പക്ഷ സംഘം. ഈ നിഷ്പക്ഷ സംഘത്തിന് മജ്‌ലിസുൽ ഉലമക്ക് അറം പറ്റാണ്ടായ കാരണം അതിന് കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരോടുമായി അത് കൂടി ആലോചിച്ചുകൊണ്ട്, കാരണം മജ്‌ലിസുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഉലമാക്കളല്ലേ പ്രതിനിധാനം ചെയ്യുക. അപ്പോൾ കേരളത്തിൽ വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരില്ലേ, അവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് പോരെ നമുക്കത് ഉണ്ടാക്കൽ എന്ന് ഈറോഡ് വെച്ച് ബഹുമാനപ്പെട്ട മുഹമ്മദ് അബ്ദുൽ ബാരി ഉസ്താദ് പറഞ്ഞത് കേൾക്കാതെ എന്തു ഉലമാക്കൾ ഓരെന്നാ നേരം വെക്കുക, അവർക്ക് എന്നാ നേരം പുലരുക എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആ സംഘടന മജ്‌ലിസുൽ ഉലമ ഉണ്ടാക്കിയത്. അത് ഇല്ലാതെയായി, ഒരു യോഗം കൂടാൻ പോലും അതിന് സാഹചര്യമില്ലാതെ നശിച്ചപ്പോഴാണ് ഇവർ കൊടുങ്ങല്ലൂരിലെ മലയാളിമാരുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ ഒരു സംഘടന വേണമെന്ന് പറഞ്ഞ് ശേഷം ഹമദാനിയെ മുൻനിർത്തിക്കൊണ്ട് ഇവരുണ്ടാക്കിയ സംഘടന നിഷ്പക്ഷ സംഘം. പക്ഷെ എന്തെങ്കിലും ഒരു പരിവർത്തനം അവർ നേടിയതായിട്ട് ഒരു ചരിത്രരേഖയില്ല. അതുകൊണ്ട് തന്നെ അത് പരാജയപ്പെട്ടപ്പോൾ മൂന്നാമതായിട്ട് ഇവർ ചെയ്യുന്നത് സംസ്ഥാന വ്യാപകമായി നമുക്ക് മുസ്ലിം സമുദായത്തിൽ ഐക്യമുണ്ടാക്കാൻ ഒരു സംഘടന വേണം എന്ന് അവർ പ്രചരണം നടത്തി. അങ്ങനെ അവർ ഐക്യസംഘം രൂപീകരിച്ചു. ഈ ഐക്യസംഘത്വം തുടക്കത്തിൽ നിഷ്പക്ഷ സംഘത്തെ പറ്റി പറഞ്ഞ മാതിരി അപകടകരമായ വാദങ്ങളൊന്നും അവർ മുന്നോട്ട് വെച്ചിരുന്നില്ല. മുസ്ലിം ഐക്യസംഘത്തിൻ്റെ നിയമാവലിയും ഉദ്ദേശ ലക്ഷ്യങ്ങളും ഇസ്ലാമിൻ്റെ പൊതുധാരയോട് ഏറ്റുമുട്ടുകയോ മുസ്ലിങ്ങളിൽ ഒരു അനൈക്യം പകർത്തുകയോ ചെയ്യുന്ന രൂപത്തിലും ആയിരുന്നില്ല. അതാണ് പട്ടിൽ പൊതിഞ്ഞ പാഷണം എന്ന് പറയുന്ന മാതിരി. അത് പൊതിച്ചിലൊക്കെ പട്ടിൽ തന്നെയാണ്, പക്ഷെ ഉള്ളിൽ വേറെ സംഗതിയാണെന്ന് പിന്നീട് അവർ തെളിയിച്ചു. പക്ഷെ അതേ സമയത്ത് നേരിട്ട് ഈ സംഘത്തെ ഒന്ന് എതിർക്കാൻ പ്രത്യേകമായ കാരണങ്ങൾ ഇവരുടെ പ്രസംഗങ്ങളിലോ അന്നത്തെ അല്ലെങ്കിൽ ഇവരുടെ സമീപനങ്ങളിലോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഐക്യസംഘത്തിൻ്റെ സ്ഥാപിത താല്പര്യം ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസൊക്കെ അടിച്ചിറക്കി, ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ട് ചില പിന്നെ കുറിപ്പാത്തുകളൊക്കെ അവർ പുറത്തിറക്കി. അതിൽ മുസ്ലിം ഐക്യസംഘത്തിൻ്റെ നിയമാവലി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രസിദ്ധീകരിച്ച കൈപ്പുസ്തകത്തിൽ പിന്നെ ചില വരികൾ മാത്രം വായിക്കാം. അത് മൊത്തം നമ്മൾ വായിക്കേണ്ടത് ആവശ്യമില്ല. അവർ ജനങ്ങളെ ഇടയിൽ അവരെ ഭിന്നിപ്പ് അറിയിക്കാതെ മുസ്ലിങ്ങളെ ആകർഷിപ്പിച്ച് പിന്നീട് കൊളാക്കലാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഭരണഘടനയിൽ പറയുന്നത് ഈ സംഘത്തിൻ്റെ പേര് മുസ്ലിം ഐക്യസംഘം എന്നായിരിക്കുന്നതാണ്. 2, ഉദ്ദേശ്യം മുസ്ലിങ്ങളുടെ ക്ഷേമാഭിവൃദ്ധികൾക്ക് പ്രതിബന്ധമായി തീർന്നിട്ടുള്ളതും ഇസ്ലാം മതം ഏറ്റവും കഠിനമായി വിരോധിച്ചിട്ടുള്ളവയുമായ അനൈക്യമത്യവും ഛിദ്രതയും കക്ഷി മത്സരങ്ങളും അവരുടെ ഇടയിൽ ഇല്ലാതാക്കി യഥാർത്ഥമായ മതബോധം, സമുദായബോധം, ഐക്യമത്യം, പൊതുസമാധാനം, പരസ്പര സ്നേഹം, സഹകരണം, മതാനുഷ്ഠാനങ്ങളിലുള്ള നിഷ്ഠ ഇവയെ ഇവരിൽ മൂടുറപ്പിച്ച്
പരിപോഷിപ്പിക്കുന്നതിനായി ആഗ്രഹിച്ചുകൊണ്ട് അതിലേക്ക് ആത്മാർത്ഥം യത്നിക്കുവാൻ സന്നദ്ധമാകുന്ന നിഷ്കളങ്കന്മാരെ ഒന്നിച്ച് ചേർത്ത് സമുദായ സേവനം ചെയ്യാനാകുന്നു ഈ സംഘം സ്ഥാപിച്ചിട്ടുള്ളത്. വാക്കിഞ്ഞ് വായിക്കണ്ട. അന്നത്തെ മലയാളമാണെങ്കിലും അന്ന് കടിച്ചാൽ പൊട്ടാത്ത ശൈലിയൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഇതിൽ പറഞ്ഞെന്താണ്, മുസ്ലിങ്ങളുടെ ക്ഷേമാഭിവൃദ്ധികൾക്ക് പ്രതിബന്ധമായി തീർന്നിട്ടുള്ളതും, അതായത് നമ്മളെ ക്ഷേമാഐശ്വര്യങ്ങൾക്ക് പ്രതികൂലമായി തീർന്ന ഭിന്നിപ്പ് അവസാനിപ്പിക്കുക. അതുപോലെ ഇസ്ലാം മതം ഏറ്റവും കഠിനമായി വിരോധിച്ചിട്ടുള്ള അനൈക്യവും ഛിദ്രതയും കക്ഷി മത്സരങ്ങളും മുസ്ലിം സമുദായത്തിൽ ഇല്ലാതാക്കുക. അതുപോലെ യഥാർത്ഥ മതബോധം, സമുദായ ബോധം, അതുപോലെ ഐക്യം, പൊതുസമാധാനം, പരസ്പര സ്നേഹം, സഹകരണം, മതനിഷ്ഠ, ഇതിലൊക്കെ ബോധ്യം ഒരു കണ്ടീഷനുള്ള ഒരു നിഷ്കളങ്കരായ ആളുകളെ ഒന്നിച്ച് ചേർത്ത് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് ഐക്യസംഘം. ഇതാണ് അതിൽ പറയുന്നത്. പിന്നെ അത് ഒരു കുറേ വകുപ്പുകളും ABC എന്നൊക്കെ ഇട്ടാൽ എഴുതിയിട്ടുണ്ട്. അതിലിപ്പോൾ ഈ ആദ്യം വായിച്ചതെന്ന് ഞാൻ മനസ്സിലായത് ഒരു പൊതുമുഖമാണ്, ഐക്യം ബലപ്പെടുത്തുക. യഥാർത്ഥത്തിൽ അന്ന് മതപരമായിട്ട് ഒരൈക്യവും ആർക്കും പരിചയമില്ല. ആകെയുള്ള ഒരു അനൈക്യം എന്ന് പറഞ്ഞാൽ റഷീദുൽ ജില്ല മുഹമ്മദ് അബ്ദുവിനെ പോലുള്ള പാശ്ചാത്യർക്കൊപ്പം ജീവിക്കുന്ന ഈജിപ്തുകാരായ ആളുകളുടെ സാഹിത്യം ഇവിടെ വക്കം അബ്ദുൽ ഖാദിർ മൗലവി വ്യക്തി വായിച്ച് അങ്ങനെ അയാളിയിലുണ്ടായ പരിഷ്കരണവാദം ഇവരിലേക്ക് പകർന്ന് അങ്ങനെ ഇവർക്കൊരു സംഘടനാബോധം ഉണ്ടാക്കി വഹാബീവൽക്കരിക്കുക കേരളീയ ജനങ്ങളെ എന്നതാണ് അവരുടെ ലക്ഷ്യം. അതൊന്നും ഈ ഭരണഘടനയിൽ പ്രത്യക്ഷമാക്കാതെ ഇതൊക്കെ ഉണ്ടാക്കി അച്ചടിച്ച് അവരിങ്ങനെ പതുക്കെ ഇങ്ങനെ മലബാറിലേക്ക് കയറാൻ പറ്റുമോ നോക്കാൻ തുടങ്ങി. പക്ഷേ അതിനൊന്നും എന്തെല്ലാം ഇവിടുത്തെ മലബാറിലെ മുസ്ലിങ്ങൾക്ക് അതിന് നേരമില്ലല്ലോ. ഇവിടെ വിധവകളെ സംരക്ഷിക്കണം, അനാഥകളെ സംരക്ഷിക്കണം, അതുപോലെ തന്നെ യുദ്ധത്തിൽ മുറിവ് പറ്റി കഴിയുന്ന 10,000-ങ്ങളെ ശുശ്രൂഷിക്കണം. അമ്മാതിരി പണി തന്നെ. അതുപോലെ ബ്രിട്ടീഷുകാർ തകർത്ത പള്ളികൾ പുനർനിർമ്മിക്കണം. അതുപോലെ ദീനീ സംരംഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇവരുടെ ഈ ഇതിനൊന്നും ഇപ്പോൾ ആരും അവർ കിട്ടിയില്ല. പക്ഷേ പ്രത്യക്ഷത്തിൽ പിന്നെ അവർ അങ്ങനെയൊന്നും സാമുദായിക ഭിന്നിപ്പിൻ്റെ കാര്യങ്ങളൊന്നും പറയാത്തത് കൊണ്ട് അതിനെ എതിർക്കാനും നമ്മളെ ആലിമീങ്ങൾ പോയില്ല. ആലിമീങ്ങളുടെ ആ പഴയ പാരമ്പര്യം നിലനിന്നുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇവരുടെ 1-ാം വാർഷിക സമ്മേളനം ഇവർ പ്രഖ്യാപിക്കുകയാണ്. 1922 ഇവരുടെ 1-ാം വാർഷിക സമ്മേളനം ഇവർ പ്രഖ്യാപിക്കുകയാണ്. ആ സംഘത്തിനെ, അതായത് സംഘത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൽ ഇവർ ചെയ്തെന്തായാലുണ്ടോ, 1-ാമത്തെ വാർഷിക സമ്മേളനത്തിന് അധ്യക്ഷനായി വക്കം അബ്ദുൽ ഖാദിർ മൗലവിയാണ് ഇവർ തുറന്നു കാട്ടിയത്. ഐക്യസംഘം സമുദായത്തിലെ ഐക്യബോധം വളർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ സംഘടിതരായത്. മതനിഷ്ഠയുള്ള ഇഖ്ലാസുള്ള ആളുകളെ സംഗമ വേദിയാണെന്നൊക്കെയാണ് ഇവർ ഭരണഘടനയിൽ പറഞ്ഞത്. എന്നിട്ട് ഇവരുടെ ഒരു വർഷം കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടന്നില്ലെങ്കിലും വാർഷികം മുറക്ക് നടത്തി. സംഘടനക്കൊക്കെ ആണ്ട് കഴിക്കാം, അതിനൊന്നും ഇവർക്ക് എതിരില്ല. മരണപ്പെട്ടവർക്ക് ആണ്ട് കഴിക്കാൻ പാടില്ലല്ലോ എന്നാണ് പിന്നെ ഇവരുടെ വാദം. അപ്പോൾ ചുരുക്കത്തിൽ പറയാം, അങ്ങനെ ഇവരിതിൻ്റെ 1-ാമത്തെ വാർഷിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി കൊണ്ടുവരുന്നത് ആരെയാണ്? വക്കം അബ്ദുൽ ഖാദിർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദിർ മൗലവി മുസ്ലിം ലോകം പണ്ടേ തള്ളിക്കളഞ്ഞ ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദുൽ ജില എന്നീ പാശ്ചാത്യരോട് ഒപ്പം നിൽക്കുന്ന ഈ മൗലവിമാരുടെ ജീവിതത്തിൽ ആകർഷകരായ വക്കം അബ്ദുൽ ഖാദിർ മൗലവി അവരുടെ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ മുഖപത്രം അൽമനാർ, അതാണ് റഷീദുൽ ജിലയുടെയും മുഹമ്മദ് അബ്ദുവിൻ്റെയും ജമാലുദ്ദീൻ അഫ്ഗാനിയൊക്കെ അവർ പ്രവർത്തിക്കുന്ന ഈ വഹാബി വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പത്രമാണ് അൽമനാർ. ഇവിടെ വഹാബികൾ പിന്നീട് പത്രം തുടങ്ങിയത് അൽമനാർ എന്നുള്ള പേരിലാണ്. അത് ഇന്നും നിലനിൽക്കലുണ്ട്. അപ്പോൾ ഈ അൽമനാർ എന്ന പാശ്ചാത്യർക്ക് വീട് വേല ചെയ്യുന്ന ഈ റഷീദുൽ ജില, മുഹമ്മദ് ബിൻ അബ്ദുവിൻ്റെ, അതുപോലെ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ സാഹിത്യത്തിൽ ആകൃഷ്ടരായി ഉള്ളിൽ വഹാബി പതുക്കെ പുറത്തെടുക്കുകയും ചെയ്യുന്ന വക്കം അബ്ദുൽ ഖാദിർ മൗലവിയാണ് ഇവരെന്താക്കിയത്? അധ്യക്ഷനാക്കിയത്.
ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റി സീരി സാഹിബ് തന്നെ, വഹാബിയായ സീരി സാഹിബ് തന്നെ എഴുതിയത് നമ്മുടെ മുന്നിൽ രേഖയുണ്ട്. സുപ്രസിദ്ധ മതപണ്ഡിതനായിരുന്ന സയ്യിദ് റഷീദ് ജില്ലയുടെ പത്രാധിപത്യത്തിൽ നടന്നിരുന്ന അൽമനാറിൻ്റെ ഒരു വായനക്കാരായിരുന്നു ബഹു മൗലവി എന്ന വക്കം മൗലവി. സയ്യിദ് ജമാലുദ്ദീൻ അഫ്ഗാനി, ഈജിപ്തിലെ മുഫ്തിയായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, സയ്യിദ് റഷീദ് ജില മുതലായ സച്ചരിതന്മാരുടെ നായകത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ പ്രഥമ പ്രബോധകൻ ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി തന്നെയായിരുന്നു. ആരാണ് എഴുതുന്നത്? സീരി സാഹിബ്. അത് അങ്ങനെയുള്ള ആളെയാണ് പിന്നെ എന്താക്കിയത് ഇവർ ഒന്നാം സമ്മേളനം അധ്യക്ഷനാക്കിയത്. ഇത് ജമാഅത്തെ ഇസ്ലാമി ഒരു വിജ്ഞാനകോശം ഇറക്കിയിട്ടുണ്ട്. ആ വിജ്ഞാനകോശത്തിൽ പറയുന്നുണ്ട്, തത്വത്തിൽ കേരള മുസ്ലിങ്ങളുടെ കൂട്ടായ്മയായിരുന്നു ഐക്യസംഘമെങ്കിലും പ്രയോഗത്തിൽ ഇസ്ലാഹി ഉൽപ്പതിഷ്ണു ചിന്തകളാണ് സംഘത്തെ നയിച്ചിരുന്നത്. അപ്പം നമ്മൾ സമസ്തൻ്റെ മൂല്യന്മാർ മാത്രമല്ല ഇത് പറയുന്നത്, ഇത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ വിജ്ഞാനകോശത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കെ മൗലവിയുടെ ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളൊരു ആരോപണം മാത്രമല്ല. അപ്പോൾ വഹാബീസത്തിൻ്റെ ആദ്യ പതിപ്പായ ആദ്യ വ്യക്തിയായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെയാണ് ഐക്യം ഉണ്ടാക്കാൻ വേണ്ടി രൂപീകരിച്ച ഐക്യസംഘത്തിൻ്റെ ഒന്നാം വാർഷിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാക്കിയത്. ഇനി മുജാഹിദിൻ്റെ സമ്മേളന സൂവനീറുകളിലൊക്കെ നോക്കിയാലും ഈ കാര്യങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. 1923 ഏറിയാട്ട് വെച്ച് കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ ഒന്നാം വാർഷിക സമ്മേളനം ചേർന്നു. വളരെ മുമ്പേ വഹാബിയായി മുജാഹിദ് ഇത് എഴുതുന്നത്. മുജാഹിദ് മൗലവിമാർ തന്നെയാണിത്. അവരുടെ സമ്മേളന സൂചനയിലാണ് എഴുതുന്നത്. വളരെ മുമ്പേ വഹാബിയായി മുദ്ര കുത്തപ്പെട്ട വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു ഐക്യസംഘത്തിൻ്റെ ഒന്നാം വാർഷികത്തിൻ്റെ അധ്യക്ഷൻ. ഒട്ടേറെ പ്രമുഖരായ മതപണ്ഡിതന്മാരും സമുദായ നേതാക്കളും പങ്കെടുത്ത സമ്മേളനത്തിൽ നേർച്ചകളിലെ അനാചാരങ്ങൾക്കെതിരെയും ചന്ദനക്കുടം, കൊടികുത്ത് തുടങ്ങിയവയ്ക്കെതിരെയും ശക്തമായ ബോധവൽക്കരണവും അവ നിഷിദ്ധമാണെന്നുമുള്ള പ്രമേയവും പാസാക്കുകയുണ്ടായി. അപ്പോൾ മഹാ ഐക്യം എന്ന് പറഞ്ഞ് രൂപപ്പെട്ട സംഘടനയുടെ ഒന്നാം വാർഷികത്തിൽ അന്നേ വഹാബിയായ വക്കം അബ്ദുൽ ഖാദർ മൗലവിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് എടുത്ത പ്രമേയം എന്താണ്? നേർച്ചകളിലുള്ള അനാചാരങ്ങൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക. ഇതാണ് അവരുടെ പ്രമേയം. അതുപോലെ തന്നെ യാഥാസ്ഥികരായ ചില മുസ്ലിയാക്കന്മാർ വക്കം മൗലവിക്കെതിരെയും ഐക്യസംഘത്തിനെതിരെയും ശബ്ദമുയർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒന്നാം വാർഷിക സമ്മേളനം നടന്നത്. അന്നെടുത്ത തീരുമാനമാണ് എന്നും ഇവരുടെ സുവനീറിൽ എഴുതി വെക്കുന്നു. അങ്ങനെ ഈ വക്കം മൗലവിയുടെ നേതൃത്വത്തിൽ പിന്നെ ഇതിങ്ങനെ വരികയാണ്. അത് വരുമ്പോൾ സ്വാഭാവികമായും സമസ്ത കേരള ജമിയത്തിൽ രൂപീകരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടൊരു സംഘടിതമായ എതിർപ്പ് ഇവർക്കില്ലല്ലോ. ആനിന്യങ്ങൾ ഇവരെ പറ്റി മനസ്സിലാക്കിയവർ അതുപോലെ പൊതുജനങ്ങളൊക്കെ എന്തായി ഇവരിൽ നിന്നിങ്ങനെ മാറി മാറി വന്നപ്പോൾ ഇവർക്ക് ഒരു വർഷമായപ്പോൾ തന്നെ ഐക്യസംഘം കളിക്കാവൂല എന്ന് തോന്നി. അപ്പോൾ ഇവരെന്ത് ചെയ്തു? രണ്ടാം വാർഷിക സമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് ഇവർ വേറൊരു പ്ലേറ്റ് പുറത്തിറക്കി. അതെന്തായിട്ടുണ്ട്? അക്കാലത്ത് വെല്ലൂര് ബാക്കിയാത്ത് സാലിയാത്ത് അറബിക് കോളേജിലെ പ്രിൻസിപ്പാളായിരുന്ന ഷെയ്ഖ് അബ്ദുൽ ജബ്ബാർ അസരത്തിനെ സോപ്പിട്ടു. അദ്ദേഹം തെറ്റിദ്ധരിച്ചു. വെല്ലൂർ പോയി കണ്ട് നമ്മൾ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഘടന ഉണ്ട്, അൽഹംദുലില്ലാ അതിപ്പോൾ പിന്നെ ഒരു വർഷം പൂർത്തിയാക്കി ഇപ്പം രണ്ടാം വർഷത്തിലേക്ക് മൂന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ രണ്ടാം വാർഷിക സമ്മേളനം നമ്മൾ ആലുവയിൽ വെച്ച് നടക്കുകയാണ്. അതിനങ്ങ് അധ്യക്ഷം വഹിക്കണം. അപ്പോൾ ഒരു മഹാപണ്ഡിതനായ അബ്ദുൽ ജബ്ബാർ അസലത്ത് നല്ലൊരു കാര്യമില്ലേ, പിന്നെ അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി അറിയില്ല. അങ്ങനെ 1924 മെയ് 10, 11, 12 തീയതികളിൽ ആലുവയിൽ വെച്ച് ഷെയ്ഖ് അബ്ദുൽ ജബ്ബാർ ഹസരത്തിൻ്റെ അധ്യക്ഷതയിൽ ഐക്യസംഘത്തിൻ്റെ രണ്ടാം സമ്മേളനം. ഒക്കെ ലക്ഷ്യം നമ്മൾ നോക്കണം. ഒന്നാം സമ്മേളനം കൊണ്ടുണ്ടായ പുകിലിപ്പം നമ്മളോട് കേട്ടു. ഇനി രണ്ടാം സമ്മേളനത്തിന് ഇവരൊന്നും പ്ലേറ്റിന് മാറ്റിയിട്ട് വലിയ പണ്ഡിതനും വെല്ലൂർ ബാക്കിയാത്തിൻ്റെ പ്രിൻസിപ്പാളുമായ ഷെയ്ഖ് അബ്ദുൽ ജബ്ബാർ ഹസരത്തിനെ കൊണ്ടുവന്ന് കണ്ട സമ്മേളനം നടത്തുന്നത്.
എന്തിനായി അബ്ദുൽ ജബ്ബാർ അസരത്തിന് കൊണ്ടുവരല്? ഇത് മഹാന്മാരായ പണ്ഡിതന്മാരുടെ എല്ലാ പിന്തുണ ഇതിനുണ്ട് എന്ന് മാത്രമല്ല, പണ്ട് നമ്മളെ ഈറോഡ് വെച്ച് അബ്ദുൽ ബാരി മുസ്ലിയാർ തള്ളിക്കളഞ്ഞ ഒരു നടക്കാത്തൊരു കാര്യമുണ്ട്. ഒരു മജ്‌ലിസുൽ ഉണ്ടാക്കിയെങ്കിൽ അത് പൂട്ടിപ്പോയല്ലോ. അപ്പോൾ ഒരു പണ്ഡിത സമ്മേളനം, ഒരു പണ്ഡിത സഭ ഇവിടെ ഉണ്ടാകണം, കേരളത്തിൽ ഉണ്ടാക്കണം എന്ന്. അത് അധ്യക്ഷതയിലുള്ള യോഗത്തിലായിരിക്കണം. അത് വലിയ പണ്ഡിതനായ വെല്ലൂർ ബാക്കിയാത്തിൻ്റെ പ്രിൻസിപ്പാൾ അബ്ദുൽ ജബ്ബാർ ഹസനത്തിൻ്റെ അധ്യക്ഷതയിലാവുമ്പോൾ ആലിമീങ്ങൾ നിഷ്പക്ഷത പാലിക്കും, നിശബ്ദരാകും എന്നാണ് ഇവർ ഉദ്ദേശിച്ചത്. അങ്ങനെ എന്തായാലും 1924 മെയ് 10, 11, 12 തീയതി ആലുവയിൽ നടന്ന ഈ സമ്മേളനത്തിൽ വെച്ച് അവരെന്ത് ചെയ്തു? ഒരു കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചു. അതിൽ ആരൊക്കെയാണ് ഉണ്ടായത്? കണ്ണൂർ പി അബ്ദുൽ ഖാദർ മൗലവി പ്രസിഡന്റും CK മൊയ്തീൻകുട്ടി മൗലവി സെക്രട്ടറിയുമായ ഒരു പണ്ഡിത സഭ, കേരള ജമിയത്തുൽ ഉലമ. മതപണ്ഡിതന്മാർ കൂടെയുണ്ടെന്ന് തെളിയിക്കാൻ ഒരു പണ്ഡിത സമിതി എന്നതിനപ്പുറം ഈ ജമിയത്തുൽ ഉലമയ്ക്ക് ഐക്യസംഘത്തിനുള്ളിൽ വലിയ റോളുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഐക്യസംഘം KM മൗലവി, KMC സാഹിബ്, EK മൗലവി, അതുപോലെ MCC മൗലവി എല്ലാവരും ഉണ്ടല്ലോ. പിന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇപ്പം അതിൻ്റെ മെയിൻ ആളാവും ചെയ്തല്ലോ. അപ്പം പിന്നെ ഇത് മൊയ്‌ലിയന്മാർ ഒരു നിയന്ത്രിക്കുന്ന സംഘമാണ് ഐക്യസംഘം എന്ന് വരുത്താൻ വേണ്ടി ഒരു കടലാസ് സംഘടനയാണ് ഈ പണ്ഡിത സംഘടന എന്നുള്ളത്. എന്നാൽ പിന്നെ അതിൻ്റെ മുഖം നന്നായി മുഖം തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി അബ്ദുൽ ജബ്ബാർ ഹസനത്തിനെ കൊണ്ടുവന്നിട്ടാണ് അധ്യക്ഷനാക്കിയത്. അത് അപ്പം തന്നെ എന്തായി? അപ്പം ആ ഒരു കൊല്ലം അവർക്ക് കഴിഞ്ഞ കൊല്ലം ഇവർ നേർച്ചക്കെതിരെയും പിന്നെ ആണ്ടിനെതിരെയൊക്കെ പ്രമേയം പാസ്സാക്കിയപ്പോൾ തന്നെ ആളുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് പിന്നെ വലിയ എതിർപ്പിനൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ഇവർ ആലിമീങ്ങളെ പിന്തുണ ഞങ്ങൾക്കുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവരെ വിധേയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഘട്ടമാണ് ഉണ്ടായത്. അതിലിടയ്ക്ക് ഇവർ 3ാം വാർഷിക സമ്മേളനം പ്രഖ്യാപിച്ചു. 1925 ജൂൺ 1, 2 തീയതികളിൽ ഖാൻ ബഹദൂർ മുഹമ്മദ് ഷംനാഡിൻ്റെ അധ്യക്ഷതയിൽ മലബാർക്ക് വരിക കേട്ടോ. കോഴിക്കോട് വെച്ചാണ് ഇവർ 3ാം വാർഷിക സമ്മേളനം. ആദ്യം അത് നമുക്കറിയില്ലേ, ഇവിടെ കൊടുങ്ങല്ലൂരിൽ രൂപീകൃതമായി. പിന്നെ ആലുവയിൽ എങ്ങനെ 1ാം വാർഷികം കൊടുങ്ങല്ലൂർ തന്നെ നടന്നു, 2ാം വാർഷികം ആലുവയിൽ നടന്നു, 3ാം വാർഷികം ആയപ്പോഴേക്ക് അത് കോഴിക്കോടേക്ക് എത്തി. അന്ന് ഖാൻ ബഹദൂർ മുഹമ്മദ് ഷംനാഡ് എന്ന് പറഞ്ഞ ഒരാളെ അധ്യക്ഷതയിലാണ് കോഴിക്കോട് ഈ സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിൽ ഇതപ്പോൾ തന്നെ അതിൻ്റെ ക്ഷണമൊക്കെ തന്നെ എന്താണ്? നേർച്ചക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, ഷിർക്കിനെതിരെ, ഇതൊക്കെയാണ് പിന്നെ ഇങ്ങനെ കുറച്ചും കൂടി ഒച്ച കൂട്ടാൻ തുടങ്ങി. അങ്ങനെ അത് കോഴിക്കോടായപ്പം ഈ വിഷയം മലബാറിലെ മുസ്ലിങ്ങൾ ഭയങ്കര പ്രയാസത്തോടു കൂടിയാണ് കണ്ടത്. അപ്പം അവരെല്ലാവരും കൂടി ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാരിയാത്തിയെ പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെയും പൗരപ്രമുഖന്മാരും അഹമ്മദ് കോയ ഷാരിയാത്തെ പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരും ഇതിപ്പം നമ്മളെ തട്ടകത്തിൽ എത്തിയിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ കുഴപ്പമുണ്ടാക്കാൻ പോകാനുള്ളൂ. ഇവിടെ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ പിന്നെ ഏറിയാട്ടയിൽ കടത്തിക്കൊണ്ടേക്കാണ്ട് അവിടെ വെച്ച് അവിടെയുള്ള ആൾക്കാർ മസലഹത്തുണ്ടാക്കാനാന്ന് പറഞ്ഞ നിഷ്പക്ഷ സംഘം, പിന്നെ ലോകത്തെ കേരളത്തിലെ മുസ്ലിം മൊത്തം നന്നാക്കാനാന്ന് പറഞ്ഞ ഐക്യസംഘം. ആ ഐക്യസംഘം തന്നെ വഹാബി പ്രചാരകന്മാരായി ഇപ്പം അവർ നമ്മളെ തട്ടകമായ മലബാറിലെ മുസ്ലിങ്ങളുടെ ആധികാരിക കേന്ദ്രത്തിൽ തന്നെ ഇവർ കോഴിക്കോട് സമ്മേളനം നടത്തി ഇങ്ങനെ ഈ തെറ്റായ ആശയഗതികളിൽ ഐക്യത്തോടെ പോകുന്ന മുസ്ലിം ഉമ്മത്തുകളിൽ ഇത് വളർത്തുമെന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാരിയാത്തി അതുപോലെ തന്നെ അതുപോലുള്ള മഹാന്മാരായ കോഴിക്കോടും പരിസരങ്ങളിലുമുള്ള പണ്ഡിതന്മാർ പിന്നെ എന്ത് ചെയ്തു? പിന്നെ ഇവർ എന്തു ചെയ്തു? ഈ ഐക്യസംഘത്തിൻ്റെ 3ാം വാർഷിക സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ഭാരവാഹികളെ കണ്ട് അവരുടെ ആശങ്ക അറിയിച്ചു. ഈ മതനവീകരണം നിങ്ങൾ നിർത്തിവെക്കണം, അത് നമ്മുടെ സമുദായത്തിൽ ഉള്ള സകല ഐശ്വര്യവും ഇല്ലാതെയാക്കും, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും എന്തല്ല ഇവരിലേക്ക് പിന്നെ അവർ മുന്നോട്ട് വെച്ച കാര്യം പിന്നോട്ടില്ല എന്ന നിലയിൽ അവരുടെ ശൈഥില്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാരിയാത്തി, മഹാനായ പാങ്ങിലേപ്പിയ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അച്ചിപ്പുറ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, പള്ളിപ്പുറം അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങിയവരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്ന ആലോചനയിലേക്ക് വന്നു.
അങ്ങനെയാണ് ഈ മഹാന്മാരായ പണ്ഡിതന്മാർ ഐക്യസംഘമായി ഒരു ചർച്ചയ്ക്ക് അവർ സമയം ചോദിച്ചു. എന്താണ് നിങ്ങളുടെ ആശയം, അതൊന്ന് നമുക്ക് പറയണം. അങ്ങനെ ഇവരുമായി പലപ്പോഴായി വാദപ്രതിവാദത്തിൽ ഈ പണ്ഡിത നേതൃനിര ഇടപെടേണ്ടി വന്നു. എന്നാൽ ഐക്യസംഘക്കാർ ഇവരുടെ 3ാം വാർഷികം കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം ഹാളിൽ വെച്ചാണ് നടത്തുന്നത്. അവിടെ വെച്ച് തന്നെ നേരിട്ട് പോയിക്കൊണ്ട് നമ്മളെ പണ്ഡിതന്മാർ അവരെ തെറ്റായ വികലമായ ചിന്താഗതികൾക്കെതിരെ ബോധവൽക്കരണം നടത്തുകയും അവരുമായി പലപ്പോഴായി വാദപ്രതിവാദം നടത്തിയെങ്കിലും അവരെ ആശയത്തിൽ നിന്ന് പിറകോട്ട് പോകുന്നില്ല. ഇത് മുസ്ലിം സമുദായത്തിന് വലിയ ശൈഥില്യമുണ്ടാകും എന്ന് ഭയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് സഹാബത്തിനെ പറഞ്ഞയച്ച് പഠിപ്പിച്ച ഇസ്ലാമാണ്. സ്ത്രീകൾക്ക് പട്ടിണി ഉണ്ടായിട്ടുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്, പല പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ വെടിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും നബിതങ്ങൾ സഹാബത്ത് മുഖേന ഇവിടേക്ക് കൊടുത്തയച്ച ആ മതത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരു ക്ഷീണമില്ലാതെ അത് മതമായി തന്നെ നിലനിർത്തി പോരുകയാണ് നമ്മളെ ആലിമീങ്ങൾ. അതിന്മേൽ പ്രശ്നം വരും. ഇതൊരു പട്ടിണിയുടെ പ്രശ്നമല്ല, ഇതൊരു മരിച്ചു പിരിയുന്ന പ്രശ്നമല്ല. ഇത് പിന്നീട് ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളെ ആകെ ബാധിക്കുന്ന വിഷയമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പണ്ഡിത സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അവരൊന്ന് കൂടിയിരിക്കാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് പലപ്പോഴും ഇവർ മൗലവിമാരുമായി വാദപ്രതിവാദം നടത്തിയിട്ടൊന്നും ആശയങ്ങൾ അവരത് പൊള്ളയാണെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടും അവർ പിന്മാറാത്ത ഘട്ടം വന്നപ്പോഴാണ് ഈ മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു കൂട്ടായ്മയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ 1925 കോഴിക്കോട് വലിയ ജുമാഅത്ത് പള്ളി എന്ന് പറഞ്ഞാൽ കുറ്റിച്ചിറ പള്ളിയിൽ അവർ ഒരുമിച്ച് കൂടി. മുഹ്യിദ്ദീൻ മാലയുടെ രചയിതാവും നവോത്ഥാന നായകനുമായിരുന്ന ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന കുറ്റിച്ചിറ പള്ളിയുടെ പരിസരത്താണ്. അതുകൊണ്ട് തന്നെ ആ പള്ളിയിൽ വെച്ച് ഒരുമിച്ച് കൂടിയിട്ട് എന്താണിപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കണേ അതിൻ്റെ ശരിയായ റൂട്ട് അവർ പരിശോധിച്ചു. അതിൻ്റെ റൂട്ട് നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും മതത്തിൽ നമ്മളെ സമുദായത്തിൻ്റെ ഇടയിൽ അലയിക്കുണ്ടായിരുന്നില്ല. മസല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ തീർപ്പിലെത്തിച്ചിട്ടുണ്ട്. അല്ലാതെ മതത്തിൽ പണ്ട് കാലം മുതലേ നടന്നു വരുന്ന ഒരു വിഷയത്തെ മുസ്ലിം പേരുള്ള ആളുകൾ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഇസ്ലാമിൽ നടന്നു വരുന്ന വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ ആരെങ്കിലും യോഗം നടത്തി വിമർശിക്കുക, ഇത് കേട്ടുകേൾവില്ലാത്തതാണ്. എന്നാൽ ഈ KM മൗലവി, MCC മൗലവി, EK മൗലവി, അതുപോലെ KM സീരീസ് സാഹിബ് ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഈ ഐക്യസംഘത്തിൻ്റെ പേര് നടത്തുന്നത് കുത്തിത്തിരിപ്പാണ്, മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള നീക്കമാണ്. അതുകൊണ്ട് ഈ ശ്രമം നമ്മൾ പരാജയപ്പെടുത്തണം. അതിന് പണ്ഡിതന്മാർ തയ്യാറാകണം. ബിദ്അത്ത് വളരുന്ന നാട്ടിൽ നിഷ്ക്രിയനായി നിൽക്കുന്ന പണ്ഡിതന്മാർക്ക് അസാബ് കൊണ്ട് റസൂലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാകണം. അതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി കേരളത്തിലെ മൊത്തം ആലിമീങ്ങൾക്ക് ഇതിനെപ്പറ്റി ബോധവൽക്കരണം നടത്തണം. സംഘടിതരാകേണ്ടത് ആവശ്യകത മനസ്സിലാക്കി കൊടുക്കണം. അതിന് നമുക്കൊരു സംഘം വേണം. ഇൻഷാ അല്ലാഹ് മുന്നിട്ടിറങ്ങിയില്ലേ എന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ട KP അഹമ്മദ് മീറാൻ മുസ്ലിയാർ, മീറാൻ മൗലവി. അത് ഞാൻ കാവനൂർ പഞ്ചായത്തിൽ വടശ്ശേരിയാണ് എൻ്റെ സ്ഥലം. കാവനൂർ സ്വദേശിയാണ് അഹമ്മദ് മീറാൻ മുസ്ലിയാർ. അദ്ദേഹം പ്രസിഡൻറ്റും അതുപോലെ തന്നെ പാറോൽ ഹുസൈൻ സാഹിബ്, പാറോൽ ഹുസൈൻ മൗലവി, അദ്ദേഹം ജനറൽ സെക്രട്ടറിയുമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദ്യത്തെ ആലോചനയിൽ പിറന്നു ഒരു സ്വാഗത സംഘം പോലെ ഒരു താൽക്കാലിക സമിതി. അതിന് പേരൊന്നും ഇട്ടിട്ടില്ല. ഉലമാക്കളെ സംഘടിതരാക്കുക എന്ന ലക്ഷ്യം. മുന്നിലുള്ള പ്രശ്നം വക്കം മൗലവി, KM മൗലവി, EK മൗലവി, MCC മൗലവി, KM സീരീസ് സാഹിബിനെ പോലുള്ള ആളുകൾ ദീനിനെ ഫസാദാക്കാനും മുസ്ലിങ്ങളെ ഭിന്നിപ്പുണ്ടാക്കാനും ശ്രമിക്കുന്നു. അതിനവർ ഐക്യസംഘം എന്ന പേരിൽ സമ്മേളനങ്ങൾ നടത്തുന്നു. ആ സമ്മേളനങ്ങൾ വെച്ച് ഇസ്ലാമിനെതിരെ പ്രമേയം പാസാക്കുന്നു. അതുകൊണ്ട് നമ്മൾ വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ എന്നാണ് ഖുർആൻ്റെ കൽപ്പന.
മുസ്ലിങ്ങൾ ഇസ്ലാമാകുന്ന ആ കയറിനെ മുറുകെ പിടിക്കണം. അപ്പോൾ അതിലിവിടെ ചെറിയൊരു കട്ടിങ്ങാണ് ഇവർ വരുത്താൻ പോകുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് ആ പഴയ എവിടെയാണോ ഇവർ മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് അവിടെ വിളക്കി ചേർത്തിക്കൊണ്ട് ആ കയറ് ആദം നബി അലൈഹിസ്സലാം മുതൽ മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ അഭംഗുരം നിലനിന്ന തൗഹീദിൻ്റെ ചരട്, അത് അവിടെ നിന്ന് സഹാബാക്കൾ, താബിയങ്ങൾ, വലിയ മശായിഖന്മാരായ സൂഫി പണ്ഡിതന്മാർ, മഹദൂം പണ്ഡിതന്മാർ, അങ്ങനെ അവരൊക്കെ നിലനിർത്തിപ്പോന്ന ഖാദിരിയ തരീഖത്തിലൂടെയും നക്ഷബന്ദി തരീഖത്തിലൂടെയും സുഹറവർണ്ണ തരീഖത്തിലൂടെയും റിഫായി തരീഖത്തിലൂടെയും അവർ നിലനിന്നു പോന്നിരുന്ന യഥാർത്ഥ ആശയം അതങ്ങനെ തന്നെ നിലനിർത്തണം. അതിന് വ്യതിയാനം വരുത്തുന്നവരെ പുറത്തു നിർത്തി പരിചയപ്പെടുത്തി കൊടുക്കണം. അതിൽ നമുക്കൊരു സമിതി എന്ന നിലക്ക് 1925 കാവനൂർ സ്വദേശിയായ KP അഹമ്മദ് മീറ മുസ്ലിയാർ പ്രസിഡന്റും പാറോൽ ഹുസൈൻ മൗലവി സെക്രട്ടറിയുമായി ഒരു സമിതി നിലവിൽ വന്നു. അൽഹംദുലില്ലാഹ്. ആ സമിതി പിന്നീട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയായി. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്ര നാളുവഴികൾ ഈ പൈതൃകം മീഡിയ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ആദ്യ നേതൃത്വത്തിൽ വന്ന ഈ 2 മഹാന്മാർ നമുക്ക് ബഹുമാനപ്പെട്ട KP അഹമ്മദ് മീറ മുസ്ലിയാരെയും പാറോൽ ഹുസൈൻ മൗലവിയെയും നാളെ പരിചയപ്പെടാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ വല്ല ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് എനിക്കറിയാവുന്ന രൂപത്തിൽ സംശയം തീർത്തിത്തരാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇതുവരെ പറഞ്ഞതും കേട്ടതും അവന് പൊരുത്തപ്പെട്ട അമലുകളിൽ പെടുത്തട്ടെ. മഹാന്മാരായ സമസ്തയുടെ പണ്ഡിതന്മാരെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇന്ന് നമുക്ക് അതിന് നേതൃത്വം നൽകുന്ന ആലിമീയങ്ങൾക്കും ആ ആലിമീയങ്ങളെ പിന്നിൽ അണിനിരന്ന നമ്മളെപ്പോലുള്ള പ്രവർത്തകന്മാർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.